Welcome to Manasi Solutions. Today we are going to discuss a theorem. Consider statement. Let XD be a metric space. Then there is a complete metric space YD dash and an isometric embedding E from X to Y for which E of X is dense subspace of Y. The space YD dash is unique up to metric equivalence. എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മെട്രിക് സ്പേസ് എക്സ് ഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ then there is a complete metric space YD dash such that there exists a complete metric space YD dash and an isometric embedding E from X to Y. എന്താണ് ഞാൻ ഏതൊരു മെട്രിക് സ്പേസ് എക്സ് ഡി കൺസിഡർ ചെയ്താലും എന്താണ് there exists corresponding to this X there exists a metric space Y D dash എന്താണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് the isometric embedding എന്താണ് ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്ന ഫങ്ഷൻസ് അപ്പോൾ ഇത്തരത്തിലുള്ള ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യും ഫ്രം എക്സ് ടു വൈ ഐസോമെട്രിക് എംബഡിങ് ഇ ഫ്രം എക്സ് ടു വൈ എക്സിസ്റ്റ് ചെയ്യും എന്താ പറഞ്ഞിരിക്കുന്നത് ഇ ഓഫ് എക്സ് ക്ലോഷർ ഈക്വൽ ടു വൈ ആയിരിക്കും ഇ ഓഫ് എക്സ് ഈസ് ഡെൻസ് ഇൻ വൈ അതായത് മാപ്പ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഇമേജ് സെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പറഞ്ഞത് വിച്ച് ഈസ് ഡെൻസ് ഇൻ വൈ ആയിരിക്കും അതായത് ക്ലോഷർ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ക്ലോഷർ ഈക്വൽ ടു വൈ ആയിരിക്കും ആൻഡ് വൺ മോർ കണ്ടീഷൻ എന്താണ് ദ സ്പേസ് വൈ ഡി ഡാഷ് ഈസ് യുണീക് അപ് ടു മെട്രിക് ഇക്വലൻസ് അന്നപ്പോ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതുപോലെ തന്നെ ഇങ്ങനൊരു ഐസോമെട്രിക് എംബഡിങ് ഇങ്ങനൊരു ഇ ഓഫ് എക്സ് ക്ലോഷർ ഈക്വൽ ടു അല്ലെങ്കിൽ ഇക്ക് പകരം ജസ്റ്റ് വേറെ ഏതെങ്കിലും നൊട്ടേഷൻ അപ്പോൾ ഇമേജ് സെറ്റ് ക്ലോഷർ ദ ക്ലോഷർ ഓഫ് ദ ഇമേജ് സെറ്റ് ഈക്വൽ ടു ദ ഹോൾ കോഡൊമൈൻ ആവുന്ന രീതിയിൽ ഒരു ഇസെഡ് ഡി ഡബിൾ ഡാഷ് എന്ന് പറയുന്നൊരു മെട്രിക് സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെട്രിക് സ്പേസ് മെട്രിക്കലി ഈക്വലൻ ടു വൈ ഡി ഡാഷ് ആയിരിക്കണം അതായത് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഈ വൈ ഡി ഡാഷിനോട് ഈക്വലന്റ് അല്ലാത്തൊരു മെട്രിക് സ്പേസ് പോലും എക്സിസ്റ്റ് ചെയ്യത്തില്ല ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഐസോമെട്രിക് എംബഡിങ്ങും ഒരു മെട്രിക് സ്പേസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി യുണീക് അപ് ടു മെട്രിക് ഇക്വലൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും വൈ ഡി ഡാഷിനോട് മെട്രിക്കലി ഇക്വലന്റ് ആയിരിക്കണം ഇതാണ് സ്റ്റേറ്റ്മെന്റ് സോ ഈ ഒരു പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ വൈ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക് സ്പേസിനെയും ആ ഒരു ഐസോമെട്രിക് എംബഡിങ്ങിനെയും കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബിഫോർ ദാറ്റ് കൺസിഡർ ദ സെറ്റ് സി which is the set of all Cauchy sequence in the metric space XD. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആർബിട്രറി ഒരു മെട്രിക് സ്പേസ് എടുത്തു ആ മെട്രിക് സ്പേസിൽ വരുന്ന എല്ലാ കോഷി സീക്വൻസിന്റെയും കളക്ഷൻ ആണ് സി എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നു സീക്വൻസ് കോഷി സീക്വൻസിന്റെ നൊട്ടേഷൻസ് സ്വതവേ നമ്മൾ ഇങ്ങനെയാണ് എഴുതാറ് ബട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് നമുക്കിനി കുറെ യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് സിംപ്ലി ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നു ഓക്കെ ദിസ് ഇസ് എ കോഷി സീക്വൻസ് ഇൻ എക്സ് ടി അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള കോഷി സീക്വൻസിന്റെ എല്ലാം തന്നെ കളക്ഷൻ ആണ് സി എന്ന് പറയുന്നത് നൗ ഐ ആം ഗോയിങ് ടു ഡിഫൈൻ എ റിലേഷൻ ഓൺ സി അതായത് റിലേഷൻ ഓൺ സി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ സിയിൽ തന്നെ ഉള്ള എലമെന്റ്സിനെ കോഷി സീക്വൻസിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു എന്താണ് റിലേഷൻ എന്ന് വെച്ചാൽ കൺസിഡർ ടു എലമെന്റ്സ് എക്സ് എൻ ആൻഡ് വൈ എൻ ഫ്രം സി വിച്ച് മീൻസ് കൺസിഡർ ടു കോഷി സീക്വൻസ് ഇൻ X. Then these two Cauchy sequence are said to be related. റിലേഷന്റെ നൊട്ടേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് സീക്വൻസുകൾ റിലേറ്റഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം എന്ന് വെച്ചാൽ ലിമിറ്റ് ഓഫ്
limit of the sequence d of xn yn equal to 0 ആയിരിക്കണം. അതായത് ഈ സീക്വൻസുകളുടെ കറസ്പോണ്ടിങ് ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ the set of all d of xn yn such that n equal to 1 to infinity. ഈ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഈ സീക്വൻസ് എന്താണ് വെച്ചാൽ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഒരു സീക്വൻസ് സീറോയിലോട്ട് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ the sequence xn is related to yn ആയിരിക്കും. So we need to prove this relation is a equivalence relation. To prove that, first ഒരു relation എപ്പോഴാണ് equivalent relation ആവുന്നത്? അതെന്തായിരിക്കണം? ഫസ്റ്റ് അത് റിഫ്ലെക്സീവ് ആവണം, ദെൻ അത് സിമെട്രിക് ആവണം, ദെൻ ട്രാൻസിറ്റീവ് ആവണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാം. എപ്പോഴാണ് ഒരു റിലേഷൻ, ഇപ്പൊ ഞാൻ ആർ എന്ന് പറയുന്നൊരു റിലേഷൻ എപ്പോഴാണ് റിഫ്ലെക്സീവ് ആവുന്നത്? ആ ഒരു സെറ്റിലുള്ള എവിടെയാണോ ഈ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും അതേ എലമെന്റിനോട് തന്നെ റിലേറ്റഡ് ആവണം. എപ്പോഴാണ് സിമെട്രിക് ആണെന്ന് പറയുന്നത്? എക്സ് റിലേറ്റഡ് ടു വൈ ഇംപ്ലൈസ് വൈ റിലേറ്റഡ് ടു എക്സ് ആവുമ്പോൾ. ആൻഡ് എപ്പോഴാണ് ട്രാൻസിറ്റീവ് ആണെന്ന് പറയുന്നത്? എക്സ് റിലേറ്റഡ് ടു വൈ ആൻഡ് y related to z implies x related to z ആവുമ്പോൾ. ഇതാണ് ഇക്വലൻസ്, ഒരു റിലേഷൻ ഇക്വലൻസ് ആവാനുള്ള കണ്ടീഷൻസ്. ഫസ്റ്റ് നമുക്ക് റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യാം. So consider any Cauchy sequence in C. Sorry, this is not the expression, this one. Now we know that distance of xn is equal to 0 for all n. Therefore, limit of d of xn is equal to 0, which means the Cauchy sequence xn is related to itself. So, എന്താണ് ഈ relation? Reflexive ആണ്. Now suppose there are two Cauchy sequences, sequence xn and sequence yn, such that xn is related to sequence xn is related to sequence yn, which implies നമ്മൾ എപ്പോഴാണ് രണ്ട് Cauchy sequence related ആണെന്ന് പറയുന്നത്? Which is possible if and only if limit of d of xn yn is equal to 0. We know that by symmetric property of metric, d of xn yn is equal to d of yn xn. So this can be written as limit d of yn xn, and this is also equal to 0. And this is possible if and only if ഇത് equal to 0 ആണെങ്കിൽ നമുക്ക് എന്താണ്, which implies the sequence yn, the Cauchy sequence yn is related to the Cauchy sequence xn. So here, if Cauchy sequence xn is related to Cauchy sequence of yn, then Cauchy sequence of yn is also related to Cauchy sequence of xn. Next, we need to check transitivity. For that, consider two Cauchy sequence such that three Cauchy sequences such that sequence xn is related to Cauchy sequence yn and Cauchy sequence yn is related to Cauchy sequence zn. Then which implies what? The limit of d of xn yn is equal to 0 and the limit of d of yn zn is equal to 0. We have d of xn zn is less than or equal to d of xn yn plus d of yn zn. And when we apply limits on both sides, limit of d of xn zn is less than or equal to the limit of d of xn yn plus d of yn
Zn, and this is equal to the limit of d of xn yn plus limit of d of yn zn. And here these two limits are 0, therefore this is equal to 0. Hence limit here or d of xn zn is greater than or equal to 0. Therefore their limit is also greater than or equal to 0. But here we got limit of d of xn zn is less than or equal to 0, which implies limit of d of xn zn is equal to 0, which implies the Cauchy sequence xn is related to the Cauchy sequence zn. സോ ഈ ഒരു റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവും ആണ്. അപ്പൊ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. സോ ദ റിലേഷൻ ഈസ് ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ ഏതെങ്കിലും ഒരു സെറ്റിൽ ഇക്വലന്റ് റിലേഷൻ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ആ ഒരു റിലേഷൻ പ്രകാരം നമുക്ക് ആ ഒരു സെറ്റിനെ ഇക്വലന്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സി ടുഗദർ വിത്ത് ദിസ് റിലേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സിനെ നമുക്ക് ഇക്വലന്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അണ്ടർ ദിസ് റിലേഷൻ. അപ്പോൾ ആ ഒരു സെറ്റ് ആണ് y എന്ന് പറയുന്നത്. y is the set of all equivalent classes in C. y is the set of all equivalent classes in C. അപ്പോൾ yയിലുള്ള എലമെന്റ്സ് ഏത് ഫോമിലായിരിക്കും? ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. And this implies that this is the set of all Cauchy sequences which are related to this sequence xn under this relation. ഇതാണ് ഇക്വലൻസ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇക്വലൻസ് ക്ലാസസിന്റെ സിയിലുള്ള ഇക്വലൻസ് ക്ലാസസിന്റെ കളക്ഷൻ ആണ് y എന്ന് പറയുന്നത്. അപ്പോൾ yയിലുള്ള എലമെന്റ്സിന്റെ ഫോം എന്തായിരിക്കും? ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. And this is the set of all Cauchy sequences which are related to this sequence xn. Next we are going to define a metric d dash on y, which is defined by d dash of xn Cauchy sequence yn is equal to the limit of d of xn yn. ഇവിടെ ഈ d of ഈ ഒരു ഇത് രണ്ടും ഇക്വലൻസ് ക്ലാസ്സസ് ആണ്. അപ്പൊ ആ ഇക്വലൻസ് ക്ലാസ് റെപ്രസെന്റ് ചെയ്യുന്ന Cauchy സീക്വൻസ് എടുക്കുക. ആ Cauchy സീക്വൻസിന്റെ nth ടേമിന്റെ ഡിസ്റ്റൻസ് കാണാം. അപ്പോൾ അതിന്റെ ആ സീക്വൻസിന്റെ ആ ഒരു റിയൽ നമ്പേഴ്സിന്റെ ലിമിറ്റ് ആണ് നമ്മളിവിടെ ഡി ഡാഷ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾക്ക് ഇവിടെ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇതൊരു നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഇത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയണം. ദെൻ ഇതൊരു മെട്രിക് ഓൺ y ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പറയാൻ എന്താ വേണ്ടത്? നമ്മൾക്ക് ഇതേ ക്ലാസ്സിനെ തന്നെ ഈ ക്ലാസ്സിലുള്ള അപ്പൊ ഞാനൊരു ഇക്വലൻസ് ക്ലാസ് കൺസിഡർ ചെയ്തു സീക്വൻസ് എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന. അപ്പൊ എനിക്ക് ഇതേ ക്ലാസ്സിന് തന്നെ വേറെയും Cauchy സീക്വൻസ്, അതായത് ഈ സെറ്റിലുള്ള ഏത് Cauchy സീക്വൻസ് എടുത്താലും അതിനെ എല്ലാം വെച്ച് തന്നെ എനിക്ക് ഈ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻഡ് ആണോ? അപ്പൊ എനിക്കിപ്പോ ഇതിൽ നിന്ന് ഞാനൊരു Cauchy സീക്വൻസ് xn ഡാഷ് എടുത്തു. ഇതേ ഇക്വലൻസ് ക്ലാസ്സിനെ തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു രീതിയിലും എഴുതാം. പക്ഷെ ആ ടൈമില് ആൻഡ് ഇതുപോലെ തന്നെ ഞാൻ Cauchy സീക്വൻസ് yn റിപ്രസെന്റ് ചെയ്യുന്ന ക്ലാസ് എടുത്താൽ അതിലുള്ള ഒരു എലമെന്റ് yn ഡാഷ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് ഇതേ ക്ലാസ്സിനെ തന്നെ yn ഡാഷ് Cauchy സീക്വൻസ് yn ഡാഷ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാരം സെയിം ക്ലാസിന്റെ തന്നെ ഇതേ രണ്ട് ക്ലാസിന്റെ തന്നെ d dash the distance between these two classes എങ്ങനെയാ വരിക? This is equal to
the limit of d of xn dash yn dash എന്ന് വരും. അപ്പൊ നോക്കിക്കേ, നമ്മൾക്കിത് വെൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ these two limits must be equal. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം? ഈ രണ്ട് ലിമിറ്റ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ഡി ഡാഷ് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡി ഓഫ് xn, the limit of d of xn dash yn dash is equal to the limit of xn d of xn yn. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യുന്നത്. For that, first consider the limit of d of xn dash yn dash. And നമ്മൾക്ക് എന്തറിയാം? ഈ ഒരു കോഷി സീക്വൻസ് xn കോഷി സീക്വൻസ് xn റെപ്രസെന്റ് ചെയ്യുന്ന ക്ലാസ്സിലുള്ളതാണ്. സോ ദ കോഷി സീക്വൻസ് xn dash ഈസ് റിലേറ്റഡ് ടു xn. കോഷി സീക്വൻസ് xn. ഇതുപോലെ തന്നെ കോഷി സീക്വൻസ് yn എന്ന് പറയുന്നത് റിലേറ്റഡ് ടു കോഷി സീക്വൻസ് yn ആണ്. സോ ദിസ് ഇംപ്ലൈസ് the distance, the limit of the distance xn dash is equal to 0. Relation അങ്ങനെയാണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്തത്. And this implies the limit of distance of yn dash is equal to 0. Let's consider limit of d of xn dash yn dash. Here these two limits are 0. നമ്മൾ അതിനെ ഈ ഒരു ലിമിറ്റിനോട് ആഡ് ചെയ്താൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. So this is equal to the limit of d of xn dash yn dash plus the limit of d of xn dash plus the limit of d of yn dash. And here this is equal to the limit of d of xn dash yn dash plus d of xn dash plus d of yn dash. And here consider this expression. അതെന്താണ്? d of xn dash yn dash plus d of xn dash plus d of yn dash. Here all these are non-negative real numbers. And this is equal to, here, look at here, d of xn dash yn dash. അപ്പോൾ ഞാൻ ഇതിനെ ഈ ഒരു പൊസിഷനിൽ ഇതിന്റെ ഫ്രണ്ടിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? d of xn dash plus d of xn dash yn dash എന്നുണ്ടായിരിക്കും അല്ലേ? And this is greater than or equal to d of xn yn dash അല്ലേ? ഓക്കെ, d of xn yn dash എന്താണ്? നമ്മൾക്ക് xn ഡാഷിനെ ന്യൂ എലമെന്റ് xn ഡാഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്തായി തരും? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു d of xn dash plus d of xn dash yn dash എന്ന് വരും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ മൊത്തത്തില് നമ്മൾക്ക് എന്താണ്? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d of xn yn dash എന്ന് വരും. പ്ലസ് എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? d of yn dash എന്ന് വരും. ആൻഡ് ഇതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ ഈ ഒരു എക്സ്പ്രഷന് തൊട്ട് മുന്നിൽ എഴുതുന്നു. അപ്പൊ എന്ത് വരും? അതായത് നമുക്ക് ഇവിടെ തൊട്ട് മുന്നിൽ എഴുതണ്ട, d of yn dash എന്ന് പറയുന്നത് d of yn dash yu ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി എന്താണ്? വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു d of xn yn. അപ്പൊ നമ്മൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ? d of xn yn is less than or equal to what? d of xn dash yn dash എന്നാണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റി? ലിമിറ്റ് ഡി ഓഫ് xn dash yn dash is okay, limit of d of xn dash yn dash plus d of xn dash plus d of yn dash. The limit of all this expression is greater than or equal to എന്ത് വരും? limit d of xn yn എന്ന് വരും. ഇനി ഇതിനെ നോക്കിയാൽ ലിമിറ്റ് ഓഫ് ഡി ഓഫ് xn yn ഈ ലെഫ്റ്റ് സൈഡ് ഈ റൈറ്റ് സൈഡിലുള്ളതിനെ ഞാൻ എടുത്തെഴുതി. ആൻഡ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ ആണല്ലോ പറഞ്ഞത്. ആൻഡ് അതെന്താണ് നമ്മൾക്ക്? ഇറ്റ്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഡി ഓഫ് xn dash yn dash ആണ്. സോ ഹിയർ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഡി ഓഫ് xn dash yn dash എന്ന് വരും. ആൻഡ് ഇത് ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ലിമിറ്റ് ഓഫ് ഡി ഓഫ് xn dash yn dash എടുത്തതിന് പകരം ലിമിറ്റ് ഓഫ് xn yn എടുക്കാം. ഇതുപോലെ തന്നെ ഈ രണ്ട് സീറോ ഈ രണ്ട് ലിമിറ്റുകൾ എന്താണ്? സീറോ ആണ്. സോ അത് ആഡ് ചെയ്യുമ്പോൾ ചേഞ്ചസ് ഒന്നും വരത്തില്ല. ആൻഡ് ഈ ഇതുപോലെ തന്നെ സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് അപ്പോൾ കിട്ടുന്ന ഒരു ഇൻഇക്വാലിറ്റിയിൽ നിന്ന് ജസ്റ്റ് എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും. ലിമിറ്റ് ഓഫ് തിരിച്ചു കിട്ടും. ഇതേ ഇൻഇക്വാലിറ്റി റിവേഴ്സിൽ കിട്ടും. ലിമിറ്റ് ഓഫ് ഡി ഓഫ് xn dash yn dash ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഡി ഓഫ് xn yn എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഈ രണ്ട് കണ്ടീഷനും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇൻഇക്വാലിറ്റിയിൽ നിന്നും കൂടെ നമ്മൾക്ക് എന്ത് കിട്ടി? ദീസ് ടു ലിമിറ്റ്സ് ആർ ഈക്വൽ. ദീസ് ടു ലിമിറ്റ്സ് ആർ equal. Therefore, we can say that what? The d dash, the function that we defined, is independent of the choice of representatives sequence xn and sequence yn. നമ്മൾ ആ സീക്വൻസിലുള്ള ഏത് ആ ക്ലാസ്സസിലുള്ള ഏത് സീക്വൻസ് എടുത്ത് ഇതുപോലെ അപ്ലൈ ചെയ്താലും നമ്മൾക്ക് സെയിം വാല്യൂ തന്നെ കിട്ടത്തുള്ളൂ. സോ ഇപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്തിരിക്കുന്നത്? ഡി ഡാഷ് ഈസ് വെൽ ഡിഫൈൻഡ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഡി ഡാഷ് മെട്രിക് ആണെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് ഫസ്റ്റ് തന്നെ ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോഴാണ്? എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് ഡി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ് ആയിരിക്കണം. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി എന്താണ്? ഡി ഓഫ് എക്സ് ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ പ്ലസ് ഡി ഓഫ് വൈ ഇസഡ് ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ മെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡി ഡാഷ് ആണ് മെട്രിക് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ കൺസിഡർ ഡി ഡാഷ് ഓഫ് xy. Here d dash of xn yn. These are equivalent classes and we defined the function by limit of d of xn and yn. Here d of xn yn is greater than or equal to 0. Therefore, limit of d of xn yn is greater than or equal to 0. Which implies d dash is a non-negative. D dash has non-negative values. Now, d dash of class xn, class yn is equal to 0, which is possible if and only if what is d dash of these two classes? This is equal to limit of d of xn
yn, and this is equal to 0. And here d of x and yns are non-negative numbers, and if the limit is equal to 0, which implies sequence yn belongs to the equivalent class, which is represented by xn. We know that നമ്മൾക്ക് equivalent ക്ലാസ്സസിൽ എന്തൊക്കെ വരും, ഒരു സീക്വൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും വരും. ആൻഡ് ഈ ഒരു എക്സനോട് റിലേറ്റഡ് ആവുന്ന എലമെന്റ്സ് ഏതാണ്? ഇത്തരത്തില് ഡിസ്റ്റൻസിന്റെ ലിമിറ്റ് 0 വരുന്ന സീക്വൻസുകളാണ്. സോ സീക്വൻസ് yn എവിടെ ഉണ്ടായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. And which is possible if and only if the class represented by yn is equal to the class represented by xn. So എന്ത് കിട്ടി? This distance equal to 0 if and only if these two classes are equal. So നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ, മെട്രിക്കിന്റെ ഫസ്റ്റ് കണ്ടീഷൻ d dash സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Now consider d dash of xn yn. This is equal to the limit of d of xn yn, and it can be written as here d of xn yn is equal to d of yn xn. So this is equal to limit of d of yn xn, and this is equal to d dash of the class of yn, the class of xn. So we got d dash of the class of xn, class of yn is equal to d dash of class of yn, class of xn. So second property ഇവിടെ satisfy ചെയ്യുന്നുണ്ട്. ഇനി third property നോക്കാം. Consider d dash of xn yn. By definition, this is equal to limit d of xn yn, and we have d of xn yn is less than or equal to d of what? D of xn zn plus d of zn xn, where zn is a equivalent class in y. Then this limit is less than or equal to the limit of these two distances. So this is less than or equal to the limit of d of xn zn plus the limit of d of zn yn. And this is equal to d dash of equivalent class of xn, equivalent class of zn plus d dash of equivalent class of zn, equivalent class of yn. So ഇവിടെ third property, metric ഉള്ള കണ്ടീഷൻസിൽ third property satisfy ചെയ്യുന്നുണ്ട്. So d dash is a metric and y together with d dash is a metric space.